ഓം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം വിശ്വാസം രക്ഷിക്കും. ഗുരുദേവന്റെ സന്യസ്ത ശിഷ്യനും ശിവഗിരി മഠത്തിന്റെ അവസാനത്തെ മഠാധിപതിയുമായിരുന്ന ശങ്കരാനന്ദ സ്വാമികളുടെ പൂർവനാമം ശങ്കരൻ എന്നായിരുന്നു. തൃശൂർ പുതുക്കാട് കോമത്ത് തറവാട്ടിൽ ജനിച്ച അദ്ദേഹം യുവാവായിരിക്കുമ്പോൾ തന്നെ വീട് വിട്ട് കാശിക്ക് പോയി. കാശി യാത്ര കഴിഞ്ഞെത്തിയ ശങ്കരൻ ഗുരുവിന്റെ ആജ്ഞാനുസരണം തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്തുള്ള കുളത്തൂർ കോലത്തുകര ക്ഷേത്രത്തിൽ സേവ ചെയ്ത് കഴിയുകയായിരുന്നു. ഈ അവസരത്തിലുണ്ടായ ഒരു അനുഭവമാണിത്. പ്രിയരെ, ക്ഷേത്രത്തിനു വടക്കുഭാഗം ഒരു വിഷക്കാവായിരുന്നു. അതിന് ഏറ്റവും സമീപത്തുള്ള ഭവനമാണ് താവറത്ത് വീട്. ഇവിടത്തെ കൊച്ചിയപ്പി മുതലാളി തികഞ്ഞ ഒരു സ്വാമി ഭക്തനാണ്. ഇടയ്ക്കിടെ ഗുരു ഇവിടെ വന്ന് വിശ്രമിക്കാറുണ്ട്. ഇങ്ങനെ ഗുരു വന്നെത്തിയ ഒരു ദിവസം രാത്രി ശങ്കരൻ ഭക്ഷണവും കഴിഞ്ഞ് വിഷക്കാവിന് മധ്യത്തുകൂടിയുള്ള വഴിയിലൂടെ ഒരു ഭവനത്തിലേക്ക് നടന്നു പോവുകയായിരുന്നു. വഴിക്ക് വെച്ച് ശങ്കരനെ ഒരു പാമ്പ് കടിച്ചു. പെട്ടെന്ന് കാൽ വലിച്ചു കുടഞ്ഞു. അതിവേഗം ഗുരു വിശ്രമിച്ചിരുന്നിടത്തെത്തി. പക്ഷേ ശങ്കരൻ എത്തുമ്പോൾ ഗുരു നല്ല ഉറക്കത്തിലായിരുന്നു. അസഹനീയമായ വേദനയും പെരുപ്പുമുണ്ടായിട്ടും ഗുരുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുവാനുള്ള ധൈര്യമുണ്ടായില്ല. ഈ സർപ്പവിഷത്തിന് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്നും ഏതു വിഷത്തെയും നശിപ്പിക്കുവാൻ തക്ക ശക്തമാണ് ഗുരുവിന്റെ സാമീപ്യമെന്നും ദൃഢമായി വിശ്വസിച്ച് ശങ്കരൻ ഗുരുവിന്റെ കാൽക്കൽ പല്ലും കടിച്ചു പിടിച്ച് ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ വേദനയ്ക്ക് ശമനമുണ്ടായി തുടങ്ങി. പുലർച്ചെ ഗുരു എഴുന്നേറ്റ് വെളിയിലേക്ക് പോയപ്പോൾ ശങ്കരനും കൂടെ പോയി. പ്രാഥമിക കൃത്യങ്ങൾ കഴിച്ച് കായലിൽ കുളിയും കഴിഞ്ഞ് ഗുരുവിനോട് പാമ്പു കടിച്ച വിവരം ശങ്കരൻ പറഞ്ഞു. ഗുരു നോക്കിയപ്പോൾ സർപ്പദർശനം ഏറ്റിടം അല്പം മുറിഞ്ഞും കറുത്തും കാണപ്പെട്ടു. എന്നിട്ട് ശങ്കരൻ നോക്കി ഇത്രമാത്രം പറഞ്ഞു: വിശ്വാസം രക്ഷിച്ചു അല്ലേ? സ്നേഹപൂർവം, രഞ്ജൻ, കയനാടത്ത്.